എക്സാമിന് ഏറ്റവും കൂടുതൽ മാർക്ക് നേടിക്കൊടുക്കുന്ന ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച ഒരു വലിയ മാറ്റത്തിന്റെ കഥയാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. നമ്മുടെ കഥ ആരംഭിക്കുന്നത് BCE 6-ാം നൂറ്റാണ്ടിലാണ്. സിദ്ധാർത്ഥൻ എന്ന ഒരു രാജകുമാരൻ തന്റെ രഥത്തിൽ ഒരു രാജവീഥിയിലൂടെ സഞ്ചരിക്കുകയാണ്. തന്റെ ഈ യാത്രക്കിടയിൽ തീരെ അവശനായ ഒരു വൃദ്ധനെയും ഗുരുതരമായി രോഗം ബാധിച്ച ഒരാളെയും ഒരു മൃതദേഹത്തെയും ഒടുവിൽ തെരുവിൽ ഭിക്ഷയാചിക്കുന്ന വളരെ ശാന്തനായ ഒരു സന്യാസിയെയും അദ്ദേഹം കണ്ടു. ഈ വേദനിപ്പിക്കുന്ന കാഴ്ചകൾ മനുഷ്യജീവിതത്തിലെ ഒഴിവാക്കാനാവാത്ത ദുഃഖങ്ങളെ തടയാൻ ഭൗതിക സമ്പത്തിന് കഴിയില്ലെന്ന് അദ്ദേഹത്തെ മനസ്സിലാക്കിച്ചു. യഥാർത്ഥ സമാധാനവും ശാന്തിയും കണ്ടെത്താനായി തന്റെ ആഡംബര ജീവിതം ഉപേക്ഷിച്ച് എസെറ്റിസിസം അഥവാ സന്യാസം സ്വീകരിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. തന്റെ ആത്മീയ യാത്രയിലൂടെ അദ്ദേഹം ജ്ഞാനോദയം നേടി ലോകമെമ്പാടും ഗൗതമബുദ്ധൻ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. BCE 6-ാം നൂറ്റാണ്ട് യഥാർത്ഥത്തിൽ ലോകമെമ്പാടുമുള്ള ഇന്റലക്ച്വൽ റെവല്യൂഷൻ നടന്ന വളരെ ശ്രദ്ധേയമായൊരു കാലഘട്ടമായിരുന്നു. ഈ സമയത്ത് ഇന്ത്യയിലെ മഹാവീരനും ബുദ്ധനും, ഇറാനിലെ സരറ്റുസ്ട്ര, ചൈനയിലെ കൺഫ്യൂഷ്യസ്, ഗ്രീസിലെ ഹെരാക്ലിറ്റസ് തുടങ്ങിയ മഹാചിന്തകൾ പുതിയ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. വലിയ കുടിലുകൾ, ഭാരമുള്ള മഴു, മൂർച്ചയുള്ള അരിവാളുകൾ എന്നിവയുൾപ്പെടെയുള്ള ആദ്യകാല അയൺ ടൂൾസ് അഥവാ ഇരുമ്പായുധങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ ചിത്രം നിങ്ങളുടെ പാഠ്യപുസ്തകത്തിൽ കാണിക്കുന്നുണ്ട്. ഈ ചിത്രം വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. വളരെ കരുത്തുറ്റ ഈ അയൺ ടൂൾസിന്റെ വ്യാപകമായ ഉപയോഗം കാർഷിക ഉൽപ്പാദനത്തിൽ വലിയ വർധനവിനും വ്യാപാര നഗരങ്ങളുടെ അതിവേഗത്തിലുള്ള വളർച്ചയ്ക്കും കാരണമായി. കൃഷിയെയും കന്നുകാലി സമ്പത്തെയും അടിസ്ഥാനമാക്കിയുള്ള തികച്ചും പുതിയ ഒരു സോഷ്യോ ഇക്കണോമിക് സിസ്റ്റമാണ് ഇത് സൃഷ്ടിച്ചത്. എന്നാൽ അക്കാലത്ത് നിലനിന്നിരുന്ന വൈദിക് റിലീജിയസ് പ്രാക്ടീസസ് അഥവാ വൈദിക മത ആചാരങ്ങൾ അവരുടെ പൂജകൾക്കായി വലിയ തോതിലുള്ള മൃഗബലി ആവശ്യപ്പെട്ടിരുന്നു. ആചാരങ്ങൾക്കായി കന്നുകാലികളെ കൊല്ലുന്നത് കർഷകരെ വല്ലാതെ നിരാശരാക്കി. കാരണം നിലമുഴാനും ഭാരമുള്ള സാധനങ്ങൾ കൊണ്ടുപോകാനും ഈ മൃഗങ്ങളെ അവർക്ക് അത്യന്താപേക്ഷിതമായിരുന്നു. ഇതേസമയം വൈശ്യർ എന്നറിയപ്പെടുന്ന വ്യാപാരികളും ഗൃഹപതികൾ എന്നറിയപ്പെടുന്ന സമ്പന്നരായ ഭൂവുടമകളും സാമ്പത്തികമായി വളരെ ശക്തരായി മാറി. കർശനമായ വൈദിക ജാതി വ്യവസ്ഥ അനുവദിച്ചതിലും ഉയർന്ന ഒരു സാമൂഹിക പദവി ഈ സമ്പന്ന വിഭാഗങ്ങൾ ആഗ്രഹിച്ചു. മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഭൗതിക സാഹചര്യങ്ങളും സാമൂഹിക നിരാശകളും കാരണം പരമ്പരാഗത വ്യവസ്ഥയ്ക്ക് പുറത്ത് പുതിയ ദാർശനിക ആശയങ്ങൾ തഴച്ചു വളരാൻ തുടങ്ങി. ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ ദർശനങ്ങളിലൊന്നായിരുന്നു ജൈനമതം. വൈശാലിക്ക് സമീപമുള്ള കുണ്ട ഗ്രാമത്തിൽ ജനിച്ച വർദ്ധമാന മഹാവീരനായിരുന്നു ഇതിന് നേതൃത്വം നൽകിയത്. ജൈനമതത്തിലെ 24-ാമത്തെയും അവസാനത്തെയും തീർത്ഥങ്കരനായാണ് മഹാവീരൻ കണക്കാക്കപ്പെടുന്നത്. കർശനമായ സന്യാസത്തിലൂടെ പരമോന്നത ജ്ഞാനം നേടിയ ഒരു ആത്മീയ ഗുരുവാണ് തീർത്ഥങ്കര. മധുരയിൽ നിന്നും കണ്ടെടുത്ത വളരെ ശാന്തനായി ധ്യാനിക്കുന്ന ഒരു തീർത്ഥങ്കര പ്രതിമയുടെ ചിത്രം പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രതിമ ജൈന ചിന്തകർ വിലമതിച്ചിരുന്ന മാനസിക ശാന്തതയുടെയും ഭൗതിക ത്യാഗത്തിന്റെയും ആഴത്തിലുള്ള അവസ്ഥ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നു. ആദ്യത്തെ തീർത്ഥങ്കരനായ ഋഷഭദേവന്റെയും 23-ാമത്തെ തീർത്ഥങ്കരനായ പാർശ്വനാഥന്റെയും പഠിപ്പിക്കലുകളെ അടിസ്ഥാനമാക്കിയാണ് മഹാവീരൻ തന്റെ ആശയങ്ങൾ കെട്ടിപ്പടുത്തത്. ഈ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കൾക്കും ഒരു ജീവശക്തിയുണ്ടെന്നാണ് ജൈനമതം പഠിപ്പിക്കുന്നത്. അതിനാൽ ഒരു ജീവിയെയും ഒരിക്കലും ഉപദ്രവിക്കാൻ പാടില്ല എന്നതാണ് ഇതിന്റെ കേന്ദ്ര സിദ്ധാന്തം. ഒരാളുടെ ജനനവും പുനർജന്മവും പൂർണ്ണമായും അവരുടെ പ്രവൃത്തികളെ ആശ്രയിച്ചാണ് തീരുമാനിക്കപ്പെടുന്നതെന്നും ഇത് അവകാശപ്പെടുന്നു. ഇതാണ് കർമ്മ എന്നറിയപ്പെടുന്നത്. മഹാവീരൻ വേദങ്ങളുടെ അധികാരത്തെ നിരാകരിച്ചു. എന്നിട്ട് മോക്ഷത്തിനായി ത്രിരത്നങ്ങൾ അഥവാ ത്രിരത്നാസ് എന്ന് വിളിക്കപ്പെടുന്ന 3 കർശനമായ വഴികൾ നിർദ്ദേശിച്ചു. ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി എന്നിവയാണ് ജൈനമതത്തിലെ ഈ 3 രത്നങ്ങൾ. സാധാരണക്കാർക്ക് തന്റെ സങ്കീർണമായ ആശയങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം ബോധപൂർവം തന്റെ അനുയായികളെ പ്രാകൃത ഭാഷയിലാണ് പഠിപ്പിച്ചത്. ജൈന സന്യാസികളും സന്യാസിനികളും 5 കർശനമായ വ്രതങ്ങൾ എടുക്കേണ്ടതുണ്ടായിരുന്നു. അതിൽ കൊല്ലരുത്, മോഷ്ടിക്കരുത്, കള്ളം പറയരുത്, സ്വത്ത് സമ്പാദിക്കരുത്, ബ്രഹ്മചര്യം പാലിക്കുക എന്നിവ ഉൾപ്പെട്ടിരുന്നു. കാലക്രമേണ ജൈനമതം പ്രധാനമായും ശ്വേതംബരന്മാർ, ദിഗംബരന്മാർ എന്നിങ്ങനെ 2 വിഭാഗങ്ങളായി വിഭജിച്ചു. അഹിംസയ്ക്ക് ജൈനമതം നൽകിയ ശക്തമായ ഊന്നൽ ഇന്ത്യൻ തത്വചിന്തയിൽ ശാശ്വതവും അനുകൂലവുമായ ഒരു സ്വാധീനം ചെലുത്തി. ഈ മതം കേരളത്തിലും എത്തിയിരുന്നുവെന്നും അക്കാലത്തെ പുരാതന ജൈന ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ വയനാട്ടിൽ ഇന്നും കാണാമെന്നും പാഠപുസ്തകം പറയുന്നുണ്ട്. ശരി, ഇനി നോക്കാം. ഈ കാലഘട്ടത്തിലെ മറ്റൊരു പ്രധാന ദർശനമായിരുന്നു ബുദ്ധമതം. മനുഷ്യദുഃഖത്തിന്റെ യഥാർത്ഥ കാരണം അന്വേഷിച്ചിറങ്ങിയ ഗൗതമബുദ്ധനാണ് ഇത് സ്ഥാപിച്ചത്. 1-ാം നൂറ്റാണ്ടിലെ മധുരയിൽ നിന്നുള്ള നിൽക്കുന്ന ബുദ്ധന്റെ ഒരു പ്രതിമയുടെ ഫോട്ടോ ഈ അധ്യായത്തിൽ നൽകിയിട്ടുണ്ട്. തന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ ബുദ്ധൻ ഉൾക്കൊണ്ടിരുന്ന ശാന്തവും അനുകമ്പ നിറഞ്ഞ പ്രകൃതത്തെ ഈ കൽപ്രതിമ മനോഹരമായി വ്യക്തമാക്കുന്നു. ആവശ്യത്തിന് ഭക്ഷണവും മാന്യമായ വേതനവും വൈദ്യസഹായവും നൽകി തൊഴിലാളികളോട് മര്യാദയ്ക്ക് പെരുമാറാൻ തൊഴിലുടമകളോട് നിർദ്ദേശിക്കുന്നതുപോലെയുള്ള സളറവും പ്രായോഗികവുമായ ഉപദേശങ്ങളാണ് ബുദ്ധൻ നൽകിയത്.
അദ്ദേഹം വൈദിക യാഗങ്ങളെയും കർശനമായ ജാതി വ്യവസ്ഥയെയും ശക്തമായി എതിർത്തു. ഇത് കാർഷിക സമൂഹങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലുകളെ വളരെ ജനപ്രിയമാക്കി. സാധാരണക്കാർ സംസാരിക്കുന്ന ദൈനംദിന ഭാഷയായ പാലി ഉപയോഗിച്ചാണ് അദ്ദേഹം തന്റെ സന്ദേശം പ്രചരിപ്പിക്കാൻ തിരഞ്ഞെടുത്തത്. ജീവിതം പൂർണ്ണമായും ദുഃഖങ്ങൾ നിറഞ്ഞതാണ് എന്ന ആശയത്തിൽ തുടങ്ങുന്ന 4 പ്രധാന തത്വങ്ങൾ ബുദ്ധൻ തന്റെ അനുയായികളെ പഠിപ്പിച്ചു. ഈ ദുഃഖങ്ങളുടെ എല്ലാം മൂലകാരണം മനുഷ്യന്റെ ആഗ്രഹങ്ങളാണെന്നും ആഗ്രഹങ്ങളെ നശിപ്പിച്ചാൽ ദുഃഖമില്ലാതാകുമെന്നും അദ്ദേഹം വിശദീകരിച്ചു. ആഗ്രഹങ്ങളില്ലാത്ത ഈ സമാധാനപരമായ അവസ്ഥ കൈവരിക്കാനായി അദ്ദേഹം അഷ്ടാംഗമാർഗം അഥവാ 8 ഫോൾഡ് പാത്ത് അഥവാ അഷ്ടാംഗമാർഗം പിന്തുടരാൻ ആളുകളോട് ആവശ്യപ്പെട്ടു. ശരിയായ കാഴ്ചപ്പാട്, ശരിയായ ലക്ഷ്യം, ശരിയായ സംസാരം, ശരിയായ പ്രവൃത്തി, ശരിയായ ഉപജീവനം, ശരിയായ ശ്രമം, ശരിയായ ബോധം, ശരിയായ ധ്യാനം എന്നിവ ഈ വഴിയിൽ ഉൾപ്പെടുന്നു. ജീവിതത്തിൽ തീവ്രമായ അവസ്ഥകളിലേക്ക് പോകാതെ ഒരു മധ്യമാർഗം പിന്തുടരാനാണ് ബുദ്ധൻ തന്റെ അനുയായികളെ ഉപദേശിച്ചത്. ഇതിന്റെ അർത്ഥം കഠിനമായ സന്യാസത്തിന്റെ ശാരീരിക പീഡനങ്ങളും ആഡംബര ജീവിതത്തിന്റെ അലസശീലങ്ങളും ഏറെക്കുറെ ഒരേപോലെ ഒഴിവാക്കുക എന്നതാണ്. ബുദ്ധന്റെ മരണം ശേഷം അദ്ദേഹത്തിന്റെ ഭൗതികാവശിഷ്ടങ്ങളോ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന പുണ്യവസ്തുക്കളോ സ്തൂപങ്ങൾ എന്നു വിളിക്കപ്പെടുന്ന വലിയ അർദ്ധവൃത്താകൃതിയിലുള്ള സ്മാരകങ്ങൾക്ക് താഴെയാണ് അടക്കിയിട്ടത്. മധ്യപ്രദേശിലെ പ്രസിദ്ധമായ സാഞ്ചി സ്തൂപത്തിന്റെയും ഉത്തർപ്രദേശിലെ സാരനാഥ സ്തൂപത്തിന്റെയും മനോഹരമായ ചിത്രങ്ങൾ പുസ്തകം കാണിക്കുന്നുണ്ട്. ചുടുകട്ടയും കല്ലും നിച്ചി നിർമ്മിച്ച ഈ വലിയ മനോഹരങ്ങളിൽ സങ്കീർണമായ കൊത്തുപണികൾ നിറഞ്ഞിരിക്കുന്നു. ഒപ്പം ഇവ ഓർമ്മയുടെയും ചിന്തയുടെയും പുണ്യസ്ഥലങ്ങളായി വർത്തിക്കുന്നു. തന്റെ പഠിപ്പിക്കലുകൾ ഫലപ്രദമായി പ്രചരിപ്പിക്കാനായി ബുദ്ധൻ സംഘങ്ങൾ എന്നറിയപ്പെടുന്ന സന്യാസ സഭകൾ രൂപീകരിച്ചു. ലിംഗഭേദമോ മുൻ ജാതി പശ്ചാത്തലമോ നോക്കാതെ ആർക്കും ഒരു സംഘത്തിൽ ചേരാമായിരുന്നു. സംഘത്തിനുള്ളിൽ തുറന്ന ചർച്ചകളിലൂടെയും ഭൂരിപക്ഷ വോട്ടിങ്ങിലൂടെയും വളരെ ജനാധിപത്യപരമായ രീതിയിലാണ് തീരുമാനങ്ങൾ എടുത്തിരുന്നത്. സന്യാസ സഭയിൽ ചേർന്ന സ്ത്രീകളെ ഭിക്കുണികളെന്നും പുരുഷ സന്യാസികളെ ഭിക്കുക്കളെന്നും ബുദ്ധൻ വിളിച്ചു. നദികൾ സമുദ്രത്തിൽ ലയിക്കുമ്പോൾ അവയുടെ സ്വന്തം പേരുകൾ നഷ്ടപ്പെടുന്നതുപോലെ ജനങ്ങൾ സംഘത്തിൽ ചേരുന്ന നിമിഷം അവരുടെ ജാതിയും പദവിയും നഷ്ടപ്പെടുമെന്നും ബുദ്ധൻ പ്രശസ്തമായി പറഞ്ഞിട്ടുണ്ട്. കാലക്രമേണ ബുദ്ധമതം ബുദ്ധനെ ദൈവമായി ആരാധിക്കുന്ന മഹായാന വിഭാഗവും ഹീനയാന വിഭാഗവുമായി വിഭജിച്ചു. ചൈന, ജപ്പാൻ, ശ്രീലങ്ക, തെക്കുകിഴക്കൻ ഏഷ്യ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ഇത് വ്യാപിച്ചപ്പോൾ പ്രാചീന ലോകം ഇന്ത്യയെ തിരിച്ചറിഞ്ഞത് ബുദ്ധമതത്തിലൂടെയാണ്. കേരളത്തിലും ബുദ്ധമത സ്വാധീനത്തിന്റെ വ്യക്തമായ തെളിവുകളുണ്ട്. നായിക ബുദ്ധമതം സ്വീകരിക്കുന്ന മണിമേഖലൈ എന്ന പുരാതന തമിഴ് ഇതിഹാസം ഇതിനൊരു ഉദാഹരണമാണ്. മാത്രമല്ല, പള്ളി എന്ന പദമടങ്ങിയ ചില ആധുനിക മലയാള വാക്കുകളും സ്ഥലപേരുകളും ഈ പ്രദേശത്തെ ആദ്യകാല ബുദ്ധമത സാന്നിധ്യത്തെ ശക്തമായി സൂചിപ്പിക്കുന്നു. ജൈനമതവും ബുദ്ധമതവും ആത്മീയ വളർച്ചയിലും മരണാനന്തര ജീവിതത്തിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ മെറ്റീരിയലിസം അഥവാ ഭൗതികവാദം എന്ന തികച്ചും വ്യത്യസ്തമായ മറ്റൊരു ചിന്താധാരയും ഉയർന്നുവന്നു. എല്ലാ പ്രാധാന്യമുള്ള ആചാരങ്ങളും അർത്ഥശൂന്യമാണെന്നും ഈ ലോകത്തിനപ്പുറം മറ്റൊരു ലോകമില്ലെന്നും അജിത കേശകമ്പലി എന്ന തത്വജ്ഞാനി വാദിച്ചു. മനുഷ്യർ പ്രകൃതിയിലെ 4 അടിസ്ഥാന ഘടകങ്ങൾ മാത്രമാണെന്ന് ഭൗതികവാദികൾ ഉറച്ചു വിശ്വസിച്ചു. ഒരാൾ മരിക്കുമ്പോൾ അവരുടെ ശരീരത്തിലെ ഖരപദാർത്ഥം ഭൂമിയിലും, ദ്രാവകങ്ങൾ വെള്ളത്തിലും, ചൂട് അഗ്നിയിലും, ശ്വാസം വായുവിലും ലയിക്കുന്നുവെന്നും അതിനുശേഷം ഒന്നും അവശേഷിക്കുന്നില്ലെന്നും അവർ പ്രസ്താവിച്ചു. ബൗദ്ധിക വളർച്ചയുടെ ഈ വിസ്മയകരമായ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടവും ഗോത്രസമൂഹങ്ങളിൽ നിന്ന് സ്ഥാപിതമായ സംസ്ഥാനങ്ങളിലേക്ക് അതിവേഗം മാറുകയായിരുന്നു. ആദ്യകാല വൈദിക കാലഘട്ടത്തിൽ ആളുകൾ ജന എന്നറിയപ്പെടുന്ന നാടോടികളായ ഗോത്ര ഗ്രൂപ്പുകളായാണ് ജീവിച്ചിരുന്നത്. കൃഷിരീതികൾ മെച്ചപ്പെടുകയും ഇരുമ്പ് ആയുധങ്ങൾ സാധാരണമാവുകയും ചെയ്തതോടെ ഈ ഗോത്രങ്ങൾ പ്രത്യേക പ്രദേശങ്ങളിൽ സ്ഥിരതാമസമാക്കാൻ തുടങ്ങി. കൃഷിയിടങ്ങളും ഗ്രാമങ്ങളും സൃഷ്ടിക്കുന്നതിനായി അവർ കാടുകൾ വെട്ടിത്തെളിച്ചു. പുതുതായി രൂപംപെട്ട ഈ ഭൂപ്രദേശങ്ങളെ ജനപദങ്ങൾ എന്ന് വിളിച്ചു. അവർക്ക് ജീവിക്കാൻ ആവശ്യമായതിലും കൂടുതൽ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചത് വ്യാപാരത്തിന്റെ കുതിച്ചുചാട്ടത്തിനും തിരക്കേറിയ നഗരങ്ങളുടെ അതിവേഗ വികസനത്തിനും കാരണമായി. ഈ നഗരങ്ങളിൽ സങ്കീർണമായ വ്യാപാര നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നതിനാൽ വൈവിധ്യമായ ഈ ജനവിഭാഗങ്ങളെ നിയന്ത്രിക്കാൻ പഴയ ഗോത്ര നിയമങ്ങൾ അപര്യാപ്തമായി മാറി. ആളുകൾക്ക് തങ്ങളുടെ സ്വന്തം ഭൂമിയോട് ശക്തമായ ഒരു ബന്ധവും ഉടമസ്ഥാവകാശ ബോധവുമുണ്ടായി. ഇത് ശരിയായ ഭരണാധികാരികളുള്ള ഔദ്യോഗിക രാഷ്ട്രീയ സംസ്ഥാനങ്ങൾക്ക് ജന്മം നൽകി. കാലക്രമേണ ഈ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് 16 വലുതും ശക്തവുമായ സംസ്ഥാനങ്ങൾ ഉയർന്നുവന്നു. ഇവ മഹാജനപദങ്ങൾ എന്നറിയപ്പെട്ടു. ഈ വലിയ വ്യാപാര നഗരങ്ങളുടെയും വലിയ സംസ്ഥാനങ്ങളുടെയും ഉദയത്തെ ചരിത്രകാരന്മാർ ഇന്ത്യയുടെ രണ്ടാമത്തെ നഗരവൽക്കരണം എന്നാണ് വിളിക്കുന്നത്. വടക്കൻ മധ്യ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലുടനീളം ചിതറിക്കിടക്കുന്ന ഈ 16 മഹാജനപദങ്ങളുടെ സ്ഥാനങ്ങൾ കാണിക്കുന്ന ഒരു വിശദമായ ഭൂപടം പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മണ്ണ് ഏറ്റവും ഫലഭൂയിഷ്ഠമായ ഗംഗ, യമുന തുടങ്ങിയ വലിയ നദീതടങ്ങളിൽ രാഷ്ട്രീയ അധികാരം എങ്ങനെ ശക്തമായി കേന്ദ്രീകരിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഈ ഭൂപടം നമ്മെ സഹായിക്കുന്നു.
ദിഘ നികായ എന്ന ബുദ്ധമത ഗ്രന്ഥം വജ്ജി എന്ന മഹാജനപദത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. ആളുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുകയും അവരുടെ മുതിർന്നവരെയും സ്ത്രീകളെയും ആരാധനാലയങ്ങളെയും ബഹുമാനിക്കുകയും ചെയ്യുന്നതിനെ ആശ്രയിച്ചാണ് ഇതിന്റെ നിലനിൽപ്പും വിജയവും എന്നിതിൽ വ്യക്തമാക്കുന്നു. പാഠഭാഗത്തിലെ മറ്റൊരു രസകരമായ കഥ കാണിക്കുന്നത് കുശിനാര എന്ന മൺകുടിലുകളുള്ള ഒരു ചെറിയ ഗ്രാമത്തിനു പകരം പാടലീപുത്രം അല്ലെങ്കിൽ വാരണാസി പോലെയുള്ള ഒരു വലിയ സമ്പന്ന നഗരത്തിൽ തന്റെ അവസാന നാളുകൾ ചിലവഴിക്കാൻ ബുദ്ധന്റെ ശിഷ്യനായ ആനന്ദൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുന്നതാണ്. ഇത് BCE 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആളുകളുടെ മനസ്സിൽ ഈ പുതിയ നഗര വ്യാപാര കേന്ദ്രങ്ങൾ എത്രമാത്രം പ്രധാനപ്പെട്ടതും സമ്പന്നവും മഹത്വവുമായി മാറിയിരുന്നു എന്ന് വ്യക്തമായി എടുത്തുകാണിക്കുന്നു. ഇപ്പോൾ നോക്കാം, ഈ പുതുതായി രൂപംപ്പെട്ട മഹാജനപദങ്ങൾ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഭരിക്കപ്പെട്ടത്. അവർ നികുതി പിരിക്കുന്നതിനായി കാര്യക്ഷമമായൊരു സംവിധാനം വികസിപ്പിച്ചെടുത്തെന്നും അതിർത്തികൾ സംരക്ഷിക്കാൻ ശക്തമായ ഒരു സൈന്യത്തെ നിലനിർത്തിയിരുന്നുവെന്നും അക്കാലത്തെ ചരിത്രകൃതികൾ നമ്മോട് പറയുന്നു. പുരാതന പാലി ഗ്രന്ഥങ്ങൾ ബലി എന്ന പ്രത്യേക നികുതിയെക്കുറിച്ചും ഭാഗ എന്നറിയപ്പെടുന്ന മറ്റൊരു തരം നികുതിയെക്കുറിച്ചും പരാമർശിക്കുന്നു. ആളുകൾ പ്രധാനമായും തങ്ങളുടെ ധാന്യങ്ങളും കന്നുകാലികളും ഉപയോഗിച്ചാണ് നികുതി അടച്ചത്. എന്നാൽ കാട്ടിൽ താമസിച്ചവർ വനവിഭവങ്ങൾ നൽകിയും കരകൗശല താടുകൾ രാജാവിനു വേണ്ടി പ്രത്യേക ദിവസങ്ങളിൽ ജോലി ചെയ്യുകയും വേണ്ടിയിരുന്നു. ഈ സങ്കീർണമായ പ്രവർത്തനങ്ങൾ എല്ലാം കൈകാര്യം ചെയ്യുന്നതിന് രാജാവിനെ സഹായിക്കാനായി സേനാനി, പുരോഹിതൻ, ഗ്രാമണി തുടങ്ങിയ ഉദ്യോഗസ്ഥരെ പ്രത്യേകം നിയമിച്ചിരുന്നു. വത്സ മഹാജനപദത്തിന്റെ തലസ്ഥാനമായ കൗസംബിയിലെ വളരെ വലിയ ഒരു പുരാതന ഇഷ്ടിക മതിലിന്റെ ഫോട്ടോ പാഠപുസ്തകത്തിൽ കാണിക്കുന്നുണ്ട്. അവർ സംരക്ഷണത്തിനായി ശക്തമായ കോട്ടകൾ പണിതിരുന്നുവെന്ന് ഇത് തെളിയിക്കുന്നു. ഈ 16 മഹാജനപദങ്ങൾ ആധിപത്യത്തിനായി പരസ്പരം നിരന്തരം പോരാടി. എന്നാൽ ഒടുവിൽ മഗധ എന്ന സംസ്ഥാനം പരമോന്നത വിജയിയായി ഉയർന്നുവന്നു. മഗധയുടെ ഈ വിജയത്തിന് പ്രധാന കാരണം അതിന്റെ മികച്ച ഭൂപ്രകൃതിയായിരുന്നു. കാരണം അവിടെ ഫലഭൂയിഷ്ടമായ മണ്ണും നല്ല മഴയും കൂടാതെ ശക്തമായ ആയുധങ്ങളും ഉപകരണങ്ങളും നിർമ്മിക്കാൻ ആവശ്യമായ ഇരുമ്പയിരിന്റെ വലിയ നിക്ഷേപവും ഉണ്ടായിരുന്നു. കൂടാതെ മഗധയിലെ കാടുകൾ നിറഞ്ഞ ആനകളായിരുന്നു. അവയെ പിടിച്ച് യുദ്ധങ്ങളിൽ ഒരു വലിയ അനുകൂല ഭാഗമായി ഉപയോഗിച്ചു. ഗംഗാനദിയും അതിന്റെ പോഷക നദികളും സാധനങ്ങൾ കൊണ്ടുപോകുന്നത് വളരെ എളുപ്പമാക്കി. ബിംബിസാരൻ, അജാതശത്രു തുടങ്ങിയ വളരെ കാര്യക്ഷമതയുള്ള ഭരണാധികാരികളാണ് ഈ സംസ്ഥാനത്തെ നയിച്ചത്. ഹര്യങ്ക, ശിശുനാഗ, നന്ദ രാജവംശങ്ങൾ തുടങ്ങി വിവിധ ശക്തമായ രാജവംശങ്ങൾ കാലക്രമേണ മഗധ ഭരിച്ചു. ഒടുവിൽ ചന്ദ്രഗുപ്ത മൗര്യൻ എന്ന മിടുക്കനായ നേതാവ് നന്ദരാജവംശത്തിലെ അവസാന ഭരണാധികാരിയായ ധനനന്ദനെ BCE 321-ൽ പരാജയപ്പെടുത്തി ശക്തമായ മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചു. മൗര്യന്മാരുടെ തലസ്ഥാനമായ പാടലീപുത്രം സന്ദർശിച്ച മെഗസ്ഥനീസ് എന്ന ഗ്രീക്ക് ദൂതൻ 64 പ്രവേശന കവാടങ്ങളുള്ള ഒരു വലിയ മതിലാൽ ചുറ്റപ്പെട്ട വളരെ മനോഹരമായൊരു നഗരമാണെന്ന് വിശേഷിപ്പിച്ചു. അവിടുത്തെ വീടുകൾ 2-3 നിലകളും മരവും മൺകട്ടകളും കൊണ്ട് നിർമ്മിച്ചവയായിരുന്നു. രാജാവിന്റെ വലിയ കൊട്ടാരം പോലും മരത്താൽ വളരെ മനോഹരമായി പണികഴിപ്പിച്ചിരുന്നു. മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് നന്നായി മനസ്സിലാക്കാൻ ചരിത്രകാരന്മാർ അക്കാലത്തെ നാണയങ്ങൾ, അശോക ചക്രവർത്തിയുടെ ശിലാശാസനങ്ങൾ, കൗടില്യൻ എഴുതിയ അർത്ഥശാസ്ത്രം എന്ന പ്രശസ്തമായ പുസ്തകം തുടങ്ങിയവ പഠിക്കുന്നു. അർത്ഥശാസ്ത്രത്തിന്റെ ജീർണിച്ച കൈയെഴുത്തുപ്രതി വളരെ കാലങ്ങൾക്ക് ശേഷം ശ്യാമശാസ്ത്രി എന്ന ഒരു പണ്ഡിതൻ തഞ്ചാവൂരിലെ ഒരു പണ്ഡിതനിൽ നിന്നാണ് കണ്ടെടുത്തത്. 1907-ൽ അദ്ദേഹം അത് വിജയകരമായി പ്രസിദ്ധീകരിച്ചു. ഈ പുരാതന കൈയെഴുത്തുപ്രതിയുടെ ഒരു പേജിന്റെ ചിത്രം നിങ്ങളുടെ പാഠപുസ്തകത്തിൽ നൽകിയിട്ടുണ്ട്. ഇത് സപ്താംഗ തിയറി അഥവാ ഒരു രാജ്യത്തിനാവശ്യമായ 7 സുപ്രധാന ഘടകങ്ങളെ വിവരിക്കുന്നു. ഇത് നിങ്ങളുടെ എക്സാമിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. സ്വാമി അഥവാ രാജാവ്, അമാത്യൻ അഥവാ മന്ത്രിമാർ, കോശം അഥവാ ട്രഷറി, ദണ്ഡം അഥവാ നീതി, മിത്രം അഥവാ സൗഹൃദ രാജ്യങ്ങൾ, ദുർഗം അഥവാ കോട്ട, ഏവം ജനപദം അഥവാ അവിടുത്തെ ഭൂമിയും ജനങ്ങളും എന്നിവയാണ് ഈ 7 പ്രധാന ഘടകങ്ങൾ. ഈ വിശാലമായ മൗര്യ സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയായിരുന്നു കിങ് അശോകൻ. ഇന്നത്തെ ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന കലിംഗ ആക്രമിച്ച് കീഴടക്കിയതിലൂടെ അദ്ദേഹം സാമ്രാജ്യം വിപുലിപ്പിച്ചു. എന്നാൽ ആ യുദ്ധത്തിലെ ഭയാനകരമായ രക്തച്ചൊരിച്ചിൽ അദ്ദേഹത്തെ വല്ലാതെ സ്പർശിച്ചു. കലിംഗ യുദ്ധത്തിനു ശേഷം അദ്ദേഹം യുദ്ധം പൂർണ്ണമായും ഉപേക്ഷിച്ചുവെന്ന് ശിലാശാസനങ്ങൾ രേഖപ്പെടുത്തുന്നു. അശോകനെക്കുറിച്ച് നമ്മൾ ഒട്ടേറെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ ശിലാശാസനങ്ങളിൽ നിന്നാണ്. ഇത് 1838-ൽ ജെയിംസ് പ്രിൻസെപ്പ് എന്ന ബ്രിട്ടീഷ് എപ്പിഗ്രാഫിസ്റ്റ് ആദ്യമായി വായിച്ചെടുത്തു. ഈ ശാസനങ്ങൾ ബ്രാഹ്മി, ഖരോഷ്ഠി, അരാമയിക് ലിപികളിലാണ് എഴുതിയിരിക്കുന്നത്. മധ്യ ആധുനിക ഇന്ത്യൻ ലിപികൾ ഉരുത്തിരിഞ്ഞ പുരാതന ബ്രാഹ്മി ലിപി കൊത്തിയെടുത്ത ഒരു പാറമതിലിന്റെ ചിത്രം പാഠപുസ്തകത്തിൽ കാണിക്കുന്നു. ഈ ശാസനങ്ങളിൽ മിക്കതിലും രാജാവിനെ ദേവനാം പിയ എന്നാണ് മനോഹരമായി വിശേഷിപ്പിച്ചിരിക്കുന്നത്. ദൈവത്തിനു പ്രിയപ്പെട്ടവൻ എന്നാണിതിന്റെ അർത്ഥം. എന്നാൽ കർണാടകത്തിലെ മസ്കി, ഉടേകുളം, നിറ്റൂർ എന്നിവിടങ്ങളിൽ നിന്ന് ലഭിച്ച പ്രത്യേക ശാസനങ്ങളിൽ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരായ അശോക എന്ന് വ്യക്തമായി പരാമർശിക്കുന്നു. ബുദ്ധന്റെ ജനനസ്ഥലമായ നേപ്പാളിലെ ലുംബിനി അഥവാ റുമിൻഡേയിൽ നിന്നുള്ള ഒരു വളരെ കൗതുകകരമായ ശാസനം ഈ അധ്യായത്തിൽ എടുത്തുകാണിക്കുന്നുണ്ട്. ഇത് അശോകൻ തന്റെ കിരീടധാരണത്തിന് 20 വർഷത്തിനു ശേഷം ഈ സ്ഥലം സന്ദർശിച്ചുവെന്നും അവിടെ ഒരു ഗ്രാനൈറ്റ് മതിലോടുകൂടിയ സ്തൂപം നിർമ്മിച്ചുവെന്നും രേഖപ്പെടുത്തുന്നു. കൂടാതെ അവിടുത്തെ പ്രാദേശിക ജനങ്ങൾക്ക് ഭാഗാ നികുതി തങ്ങളുടെ വിളവിന്റെ 8-1 കുറച്ചുകൊടുക്കുകയും ബലി നികുതിയിൽ നിന്നും അവരെ പൂർണ്ണമായും ഒഴിവാക്കുകയും ചെയ്തു.
ഇത്രയും വലിയ ഒരു സാമ്രാജ്യം ഭരിക്കുന്നതിനായി മൗര്യ സാമ്രാജ്യത്തെ ഇന്നത്തെ നമ്മുടെ ആധുനിക ഇന്ത്യൻ സംസ്ഥാനങ്ങളെപ്പോലെ പ്രവിശ്യകളായി തിരിച്ചിരുന്നു. തലസ്ഥാനമായ പാടലീപുത്രം ചക്രവർത്തിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നുവെങ്കിലും മറ്റു വിദൂര പ്രവിശ്യകൾ നിയമിച്ച ഗവർണർമാരാണ് ഭരിച്ചിരുന്നത്. മൗര്യ സാമ്രാജ്യത്തിന്റെ നൽകിയിട്ടുള്ള ഭൂപടം നോക്കുമ്പോൾ നമുക്ക് വടക്ക് തക്ഷശില, പടിഞ്ഞാറ് ഉജ്ജയിനി, കിഴക്ക് തോസലി, തെക്ക് സുവർണഗിരി എന്നിവയായിരുന്നു പ്രവിശ്യാ തലസ്ഥാനങ്ങൾ എന്ന് കാണാം. ഈ വിശാല ഭൂപ്രദേശത്തെ സംരക്ഷിക്കുന്ന മൗര്യ സൈന്യം കാലാൾപ്പട, കുതിരപ്പട, രഥങ്ങൾ, ആനകൾ, നാവികസേന എന്നിങ്ങനെ 5 വിഭാഗങ്ങളായി വളരെ മികച്ച രീതിയിൽ സംഘടിപ്പിച്ചിരുന്നു. 30 അംഗങ്ങളുള്ള ഒരു പ്രത്യേക സമിതിയാണ് ഇതെല്ലാം നിയന്ത്രിച്ചിരുന്നത്. വളരെയധികം വൈവിധ്യങ്ങളുള്ള ഈ സാമ്രാജ്യത്തെ സമാധാനപൂർവ്വം നിലനിർത്താൻ അശോകധമ്മ അഥവാ ധർമ്മ എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം ആദർശകരമായ സങ്കല്പങ്ങൾ അശോകൻ പ്രചരിപ്പിച്ചു. മറ്റു മതങ്ങളോട് സഹിഷ്ണുത കാണിക്കാനും മുതിർന്നവരെ അങ്ങേയറ്റം ബഹുമാനിക്കാനും അടിമകളോടും രോഗികളോടും വലിയ കാരുണ്യം കാണിക്കാനും മാത്രമാണ് ഈ ധമ്മം ആളുകളോട് ആവശ്യപ്പെട്ടത്. പ്രഗത്ഭ ചരിത്രകാരിയായ റോമില ഥാപ്പറിന്റെ ഒരു ഫോട്ടോ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ധമ്മത്തിന്റെ യഥാർത്ഥ പ്രായോഗിക ലക്ഷ്യം എന്താണെന്ന് അവർ വിശദീകരിക്കുന്നു. വിശാലമായ ഒരു രാജ്യത്തെ കാര്യക്ഷമമായി ഭരിക്കാനും വിവിധ സാമൂഹിക ഗ്രൂപ്പുകളെ തികഞ്ഞ സൗഹാർദ്ദത്തോടെ ജീവിക്കാനും സഹായിക്കാനും വേണ്ടി രൂപം നൽകിയ വളരെ ബുദ്ധിപരമായ ഒരു രാഷ്ട്രീയ നയമായിരുന്നുവെന്ന് അവർ വിശ്വസിക്കുന്നു. ഈ കാലഘട്ടത്തിലുടനീളം വ്യാപാരം വൻതോതിൽ കുതിച്ചുയരുകയായിരുന്നു. പഞ്ച് മാർക്ഡ് കോയിൻസ് എന്നറിയപ്പെടുന്ന ക്രമമില്ലാത്ത ആകൃതിയുള്ള ആദ്യത്തെ ലോഹ കഷണങ്ങളുടെ ചിത്രങ്ങൾ പുസ്തകം കാണിക്കുന്നു. വെള്ളിയും ചെമ്പും കൊണ്ടുണ്ടാക്കിയ ഈ നാണയങ്ങളിൽ സൂര്യൻ, സസ്യം തുടങ്ങിയ ചിഹ്നങ്ങൾ പതിപ്പിച്ചിരുന്നു. ഇത് വ്യാപാരത്തിൽ ബാർട്ടർ സമ്പ്രദായത്തിനു പകരം ഒരു ശരിയായ പണവിനിമയ സംവിധാനം സജീവമായി വരുന്നുവെന്ന് തെളിയിക്കുന്നു. ധാന്യങ്ങൾ, വസ്ത്രങ്ങൾ, ലോഹങ്ങൾ തുടങ്ങിയ സാധനങ്ങൾ തക്ഷശില, പാടലീപുത്രം, ഉജ്ജയിനി, ബ്രോച്ച്, താമ്രലിപ്തി തുടങ്ങിയ പ്രധാന സാമ്പത്തിക കേന്ദ്രങ്ങൾക്കിടയിലൂടെ നിരന്തരം നീങ്ങുന്നത് അധ്യായത്തിലെ ഒരു വ്യാപാര റൂട്ട് മാപ്പ് കാണിക്കുന്നു. ഈ വഴികളിലൂടെ സഞ്ചരിച്ചിരുന്ന തിരക്കേറിയതും സമ്പന്നരുമായ വ്യാപാരികളെ സൂചിപ്പിക്കാൻ അക്കാലത്തെ ചരിത്ര പുസ്തകങ്ങൾ സെത്തികൾ, സത്തവാഹകാർ എന്നീ സുപ്രധാന വാക്കുകൾ ഇടയ്ക്കിടെ ഉപയോഗിക്കുന്നു. ഇന്ത്യയിൽ ഈ അതിശയകരമായ രാഷ്ട്രീയ മാറ്റങ്ങളെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമാനമായ രാജ്യരൂപീകരണം നടന്നുകൊണ്ടിരുന്ന മറ്റൊരു പ്രദേശം തെക്കുകിഴക്കൻ യൂറോപ്പിലെ ഗ്രീസായിരുന്നു. ഏഥൻസ്, സ്പാർട്ട, കൊരിന്ത്, തീബ്സ് തുടങ്ങിയ പ്രധാനപ്പെട്ട പ്രാചീന ഗ്രീക്ക് കേന്ദ്രങ്ങൾ വ്യക്തമായി കണ്ടെത്താൻ നമ്മെ സഹായിക്കുന്ന ഗ്രീസിലേക്ക് സൂം ചെയ്ത ഒരു ലോകഭൂപടം പാഠപുസ്തകം നൽകുന്നുണ്ട്. ഗ്രീസിൽ ചിതറിക്കിടക്കുന്ന കാർഷിക ഗ്രാമങ്ങൾ സുരക്ഷയ്ക്കും മികച്ച ഭരണത്തിനുമായി ഒന്നിക്കുകയും ചരിത്രകാരന്മാർ സിറ്റി സ്റ്റേറ്റ്സ് എന്നു വിളിക്കുന്നവയ്ക്ക് രൂപം നൽകുകയും ചെയ്തു. ഭൂമി മുഴുവൻ കുന്നുകളും പർവ്വതങ്ങളും ദ്വീപുകളും നിറഞ്ഞതായതിനാൽ ഈ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ ഈ സിറ്റി സ്റ്റേറ്റ്സിന് സ്വാഭാവികമായ പ്രതിരോധ അതിരുകൾ നൽകി. അവയുടെ തലസ്ഥാനങ്ങൾ സാധാരണയായി ഉയർന്ന കുന്നുകളിലാണ് സുരക്ഷിതമായി നിർമ്മിച്ചിരുന്നത്. 2500 വർഷങ്ങൾക്ക് മുൻപ് ആധുനിക ജനാധിപത്യത്തോട് വളരെ അടുത്തു നിൽക്കുന്ന ഒരു ഭരണ സംവിധാനം വികസിപ്പിച്ചെടുത്തതുകൊണ്ട് ഏഥൻസ് എന്ന നഗരരാഷ്ട്രം പ്രത്യേകം പ്രസിദ്ധമാണ്. ഈ സവിശേഷ സംവിധാനത്തിൽ 30 വയസ്സിനു മുകളിലുള്ള എല്ലാ സ്വതന്ത്ര പുരുഷന്മാരെയും പൗരന്മാരായി കണക്കാക്കി. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഒരുമിച്ചെടുക്കുന്നതിനായി അവർ വർഷത്തിൽ 4 തവണ ഒരു കമ്മിറ്റിയിൽ പതിവായി ഒത്തുകൂടി. എന്നിരുന്നാലും അതൊരു തികഞ്ഞ ജനാധിപത്യമായിരുന്നില്ല. കാരണം സ്ത്രീകൾ, കരകൗശല വിദഗ്ധർ, അടിമകൾ, വിദേശ വ്യാപാരികൾ എന്നിവരെ കർശനമായി ഒഴിവാക്കുകയും അവർക്ക് പൗരത്വ അവകാശങ്ങൾ നൽകുകയും ചെയ്തില്ല. ഇതൊക്കെയാണെങ്കിലും ഏഥൻസ് വളരെ സമ്പന്നമായൊരു നഗരരാഷ്ട്രമായി വളരുകയും മെഡിറ്ററേനിയൻ പ്രദേശത്തെ പ്രധാനപ്പെട്ടതും തിരക്കേറിയതുമായ ഒരു വ്യാപാര കേന്ദ്രമായി മാറുകയും ചെയ്തു. കപ്പൽ നിർമ്മാണത്തിലും കടൽ യാത്രകളിലും ഉയർന്ന വൈദഗ്ധ്യമുള്ളവരായിരുന്നു ഏഥൻസുകാർ. ഇത് വ്യാപകമായി യാത്ര ചെയ്യാനും പുതിയ ആശയങ്ങൾ ശേഖരിക്കാനും വിവിധ സംസ്കാരങ്ങളുമായി ഇടപഴകാനും അവരെ അനുവദിച്ചു. തുറന്നതും ബൗദ്ധികവുമായ ഈ ചുറ്റുപാട് സോഫിസ്റ്റുകൾ എന്നറിയപ്പെടുന്ന നിരവധി പ്രഗത്ഭരായ വിദേശ ചിന്തകരെ ആകർഷിച്ചു. പിൽക്കാലത്ത് ലോകത്തിന് ഫാദർ ഓഫ് ഹിസ്റ്ററി അഥവാ ചരിത്രത്തിന്റെ പിതാവായി മാറിയ ഹെറോഡോട്ടസും ഇതിലുൾപ്പെടുന്നു. അധ്യായം മുഴുവനും തിരിഞ്ഞു നോക്കുമ്പോൾ BCE 6-ാം നൂറ്റാണ്ട് യഥാർത്ഥത്തിൽ മനുഷ്യചരിത്രത്തിലെ ഒരു വലിയ വഴിത്തിരിവായിരുന്നു. അധ്യായത്തിന്റെ അവസാനമുള്ള വളരെ ഉപകാരപ്രദമായ ഒരു ഫ്ലോ ചാർട്ട് ഈ യാത്രയെ മുഴുവനായി ദൃശ്യവൽക്കരിച്ച് സംഗ്രഹിക്കുന്നു. ശക്തമായ ഇരുമ്പായുധങ്ങളുടെ ലളിതമായ ഉപയോഗം എങ്ങനെയാണ് കാർഷിക മിച്ചത്തിന്റെയും കുതിച്ചുയരുന്ന വ്യാപാരത്തിന്റെയും വലിയൊരു മാറ്റത്തിന് തുടക്കമിട്ടതെന്ന് ഇത് കാണിക്കുന്നു. ഈ ഭൗതിക പുരോഗതി ജനങ്ങളുടെ ജീവിതരീതിയെ മുഴുവനായും മാറ്റിമറിച്ചു. മഗധയും ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങളും പോലെയുള്ള വലിയ നഗരങ്ങളും ശക്തമായ രാജ്യങ്ങളും സൃഷ്ടിച്ചു. സ്വാഭാവികമായും ദൈനംദിന ജീവിതത്തിലെ ഈ വലിയ മാറ്റങ്ങൾ ബുദ്ധമതം, ജൈനമതം, ഭൗതികവാദം എന്നിവ പോലെയുള്ള വിപ്ലവകരമായ ദാർശനിക ആശയങ്ങൾക്ക് ജന്മം നൽകുകയും ലോകത്തിന്റെ ആത്മീയവും രാഷ്ട്രീയവുമായ ഭൂപടത്തെ എന്നേക്കും രൂപപ്പെടുത്തുകയും ചെയ്തു. ചുരുക്കത്തിൽ ഇരുമ്പിന്റെ ഉപയോഗം എങ്ങനെ പുതിയ സാമ്രാജ്യങ്ങളെയും മഹത്തായ ദാർശനിക ആശയങ്ങളെയും സൃഷ്ടിച്ചു എന്നതാണ് ഈ അധ്യായത്തിന്റെ പ്രധാന കാതൽ. ഓൺലൈൻ ഫോർ കേരള, ഓഫ്ലൈൻ ഫോർ പാലക്കാട്. Join us today.